നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പൂജപ്പുര ഉണ്ണി നഗർ റെസിഡൻസ് അസോസിയേഷൻ ദീപം തെളിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,75,000 രൂപയും സംഭാവന ചെയ്തു. പൂജപ്പുര മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി VKN പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് G രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നഷ്ടപ്പെട്ട വയനാടിനെ തിരിച്ചുപിടിക്കുക, ഉണ്ടക്കൈ അതുപോലെയുള്ള ഏറ്റവും ടൂറിസ്റ്റ് പ്രദേശങ്ങൾ, ആകർഷകമായിട്ടുള്ള പ്രദേശങ്ങൾ അതിൻ്റെ ഭംഗിയോടുകൂടി തന്നെ നിലനിർത്തുക, അവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളെയൊക്കെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ഏറ്റവും ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി ബാക്കി കിടക്കുകയാണ്. കേരളം ഒന്നാകെ, കേരളത്തിലും അകത്തും പുറത്തുമുള്ള ആളുകളെല്ലാം തന്നെ അതിന് വേണ്ട ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സമീപ ദിവസങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി തുടർന്നും അങ്ങനെ തന്നെ സംഭവിക്കുക. നമുക്കും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ എന്ന നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധത വെച്ചു പുലർത്തുന്ന ഒരു സംഘടന എന്ന നിലയിൽ നമ്മളും അക്കാര്യത്തിൽ ഒരു എളിയ പങ്ക് വഹിച്ചു. എല്ലാ പുരാംഗങ്ങളും ഒറ്റ മനസ്സോട് തന്നെ നമ്മളോട് സഹകരിച്ചു. ഇന്ന് ഏതാണ്ടൊരു 4 മണിയോടുകൂടി നമുക്ക് ഇന്നലെ വരെ സമാഹരിക്കാൻ കഴിഞ്ഞ 1.25 ലക്ഷം രൂപ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയ ഏറ്റവും ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനു കൂടി സാക്ഷ്യം വഹിച്ചിട്ടാണ്. അഡ്വക്കേറ്റ് G രാജരാജൻ, അഡ്വക്കേറ്റ് K വിശംബരൻ, പുര സെക്രട്ടറി VS അനിൽ പ്രസാദ്, വനിതാവേദി സെക്രട്ടറി SP സുജ, പ്രസിഡന്റ് ലേഖ രാധാകൃഷ്ണൻ, M അജിത് കുമാർ, എൽഡേഴ്സ് ഫോറം സെക്രട്ടറി D വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തം കമലേശ്വരം ഗംഗാനഗർ റെസിഡൻസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ സംഭാവന നൽകി. മന്ത്രി V ശിവൻകുട്ടിക്ക് ഇതിന്റെ രസീത് ഭാരവാഹികൾ കൈമാറി. വയനാട് ദുരന്തത്തിന് ആശ്വാസമേകി അഖില കേരള ധീവരസഭ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി മുൻ MLAയും ജനറൽ സെക്രട്ടറിയുമായ V ദിനകരൻ 1ാം ഗഡുവായി 2 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറി. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് പൂന്ത്ര ശ്രീകുമാർ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പനത്തുറ P ബൈജു എന്നിവർ പങ്കെടുത്തു.